ശ്രീ പ്രശാന്ത്, മഹാരാഷ്ട്രയിൽ നിന്ന് വാർത്തകളുണ്ട്. മഹാരാഷ്ട്രയിൽ വീണ്ടും വലിയ രാഷ്ട്രീയ ചലനമൊക്കെ, അതായത് ഉദ്ധവ് താക്കറുടെ പാർട്ടി പിളരുന്നു എന്ന് വേണേൽ പറയാം. പല എം പിമാരും എം എൽ എമാരും ഒക്കെ മാറിത്തുടങ്ങി. അവിടുത്തെ രാഷ്ട്രീയ ഇളക്കം എങ്ങനെയായിരിക്കും? ഇപ്പം ബി ജെ പി സാറ് കാലങ്ങളായിട്ട് കാണുന്നുണ്ടാവും. 2014 ശേഷം ഉള്ള ബി ജെ പി സാറ് പഠിച്ചാൽ ആദ്യം 14, പിന്നെ ഇപ്പം 3ാമത്തെ പ്രാവശ്യമാണല്ലോ അധികാരത്തിലിരിക്കുന്നത്. അപ്പം ഈ 3ാമത്തെ പ്രാവശ്യം അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്രത്തിലെ ബി ജെ പി ഇപ്പം ഏറ്റവും അവസാനം നമുക്ക് മനസ്സിലാവുന്നത് ഭരിക്കുന്നതിന് മാത്രമല്ല പ്രതിപക്ഷത്തെ തീരുമാനിക്കുന്നതും ബി ജെ പി ആയിട്ട് മാറുക. ഒരു സംസ്ഥാനത്ത് ആര് പ്രതിപക്ഷമാകണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഓപ്പോസിഷൻ നിൽക്കുന്ന ആൾക്കാർ ആര് വേണമെന്ന് വരെ തീരുമാനിച്ചു പോകുന്ന രീതിയിലേക്ക് ബി ജെ പിയുടെ ദേശീയ രാഷ്ട്രീയവും അല്ലെങ്കിൽ അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ മാറിയിരിക്കുന്നു എന്ന് വിചാരിക്കേണ്ടി വരും. കാരണം നമ്മുടെ ഈ പ്രാവശ്യത്തെ 5 സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബി ജെ പിക്ക് വലിയ കോട്ടം തട്ടി എന്നുള്ള രീതിയിലേക്കുള്ള വർത്തമാനമൊക്കെ ആയിരുന്നല്ലോ. ഒന്നും അറിയാം, ലോക്സഭയിൽ 2 ബില്ല് പാസ്സാവാതെ. ഒന്ന് നമ്മുടെ ഈ മറ്റേ മണ്ഡല പുനർനിർണയ ബില്ലും സ്ത്രീയുടെ സംവരണം 2 ബില്ല് ലോക്സഭയിൽ കൊണ്ടുവന്നു. അതിനകത്ത് ഭരണഘടനാ ഭേദഗതി ഉണ്ടായതുകൊണ്ട് 3-2 ഭൂരിപക്ഷം വേണമായിരുന്നു. അപ്പോൾ ബി ജെ പിക്ക് ഇപ്പോഴത്തെ കാര്യം പറയാം, 292-നകത്തുള്ള 3-2 ഭൂരിപക്ഷം വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു 362 സീറ്റ് എങ്ങാണ്ട് വേണം. അപ്പോൾ അത് വലിയ ഒരു ദൂരമുണ്ട്. അപ്പം എല്ലാവരും വിചാരിച്ചു ബി ജെ പി ആണ്, അമിത്ഷായാണ്, നരേന്ദ്രമോദിയാണ്, അവരൊരു ബില്ല് കൊണ്ടുവരുമ്പോൾ അവരതിനകത്ത് കാൽക്കുലേഷൻ ഇല്ലാതെ പരാജയപ്പെടുന്നതിന് വേണ്ടി ചെയ്യുന്ന രീതിയിലുള്ള ആൾക്കാരല്ല. കാരണം അത്രയ്ക്ക് രാഷ്ട്രീയം വളരെ കൃത്യമായിട്ട് എന്ത് വേണമെന്ന് തീരുമാനിച്ച് നടപ്പാക്കി കാണിച്ചു കൊടുക്കുന്ന ഒരു രാഷ്ട്രീയക്കാരാണല്ലോ അമിത്ഷാ, പ്രത്യേകിച്ച് നമുക്ക് അറിയാമല്ലോ. അപ്പം അത് വന്നു, ബില്ല് ലോക്സഭയിൽ വന്നു. ലോക്സഭയിൽ ഒരു ബില്ല് പാസ്സാവുന്ന ഒരവസ്ഥ വന്നില്ല. ഇവിടുത്തെ മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ബി ജെ പിയുടെ പരാജയം എന്ന് വെച്ചാൽ 2024 വന്നപ്പോൾ ബി ജെ പിക്ക് ക്ഷീണം പറ്റി. ബി ജെ പി അധികാരത്തിന് വന്നു, ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല എന്ന് മാത്രമല്ലായിരുന്നു, അവരുടെ സഖ്യകക്ഷി എൻ ഡി എ വന്നു. എന്നിട്ട് പോലും അതൊരു വലിയ പരാജയവും. ഏതാണ്ട് 99 സീറ്റിലേക്ക് കോൺഗ്രസിനകത്തെ രാഹുൽ ഗാന്ധി വന്ന് പ്രതിപക്ഷ നേതാവുമ്പോൾ അതൊരു വലിയ കാര്യമൊക്കെ ആയിട്ട് മാധ്യമങ്ങൾ അതുപോലെ ആഘോഷിച്ചു. ബി ജെ പിക്ക് വരാൻ ഇനി ഒന്നുമില്ല, ബി ജെ പി തീർന്നു എന്നുള്ള രീതിയിലേക്ക് നമ്മളെല്ലാം വാർത്ത വായിച്ചതാണല്ലോ, നമ്മളും ഒരുപക്ഷെ ചർച്ച ചെയ്ത കാര്യമാണ്. അപ്പം അത് അന്ന് ബി ജെ പിയുടെ പരാജയം ശരിക്കും പറഞ്ഞാൽ അവർ ഉണ്ടാക്കിയെടുത്താണോ എന്ന് നമുക്ക് സംശയമുണ്ട്. അതിനുശേഷം ഈ സ്ത്രീ സൗജന്യം അനുവദിക്കാത്ത പ്രതിപക്ഷം എന്ന് പറഞ്ഞ് മമതാ ബാനർജിയുടെ പൂട്ട് അവർ കീറി, ബീഹാറിൽ കീറി. 5 സംസ്ഥാനത്തിനകത്ത് അതിന് തടസ്സം നിന്ന DMK ഉൾപ്പെടെ പൊളിഞ്ഞ് കൊട്ടേ കയറി. അത് 6 മാസം കഴിയുമ്പോൾ പഞ്ചാബില് അതെ. അപ്പം ഈ ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയിൽ ഒരുപക്ഷെ ബി ജെ പിക്ക് തലവേദനയായിരുന്ന 1 DMK, 2 CPM എങ്ങും ഇല്ലെങ്കിലും പിണറായി വിജയൻ, 3 ഇവിടെ മമതാ ബാനർജി. ഈ ഒരു കടപുഴകിയില്ലേ മമതാ ബാനർജി എന്നൊക്കെ പറഞ്ഞാൽ ഈ ചരിത്രമായില്ലേ, ചരിത്രത്തിന്റെ ഭാഗം. DMK അവിടുന്ന് കരകയറാൻ പെടുന്ന പാട് നിസ്സാരമല്ല, മനസ്സിലാവുന്നുണ്ട്. അവിടെ ഈ പറഞ്ഞ ADMK പൂർണ്ണമായിട്ടും പോയി, ദ്രാവിഡ രാഷ്ട്രീയം. DMKയും കരകയറുമോ എന്നുള്ള കാര്യത്തിനകത്ത് സംശയമുണ്ട്. വേറെ പൊളിറ്റിക്സിലേക്ക് അവിടെ കൊണ്ടുപോവുകയാണ്, മനസ്സിലാവുന്നുണ്ട്. അതായത് TMCയുടെ പൊളിറ്റിക്സ് ഈ വേറെ പൊളിറ്റിക്സ്, അതായത് ദ്രാവിഡ രാഷ്ട്രീയത്തിൽ നിന്ന് ആ സംസ്ഥാനത്തെ പറിക്കുക എന്നുള്ളതാണ് BJPയുടെ ആദ്യത്തെ ഉദ്ദേശം. അത് TMCയിൽ കൂടി നടന്ന് 5 കൊല്ലം കഴിഞ്ഞാൽ ദ്രാവിഡ രാഷ്ട്രീയത്തിനകത്ത് ആഴ്ന്നിറങ്ങിയിരിക്കുന്ന അവിടുത്തെ ജനങ്ങൾ ഒന്ന് ഇളകും. ഇളകി കഴിഞ്ഞിട്ട് പിന്നെ BJPക്ക് ഇവിടെ വരാം. ഇപ്പം അണ്ണാമലൈ അവിടെ അത്തരത്തിലുള്ളൊരു പൊളിറ്റിക്സിലേക്കാണ് വരുന്നത്. അണ്ണാമലയുടെ പൊളിറ്റിക്സിന്റെ പുറകിൽ BJP ഉണ്ടോ എന്ന് സംശയമുണ്ട്. അണ്ണാമലൈ അവിടെ BJPക്ക് ഡയറക്റ്റ് എൻട്രി ഇല്ലാത്ത ഒരു ഇടത്ത് ഒരുപക്ഷെ TMCയുടെ ഇപ്പുറത്ത് അതേപോലെ ബലമുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള ജനപിന്തുണയുള്ള അതിനെക്കാട്ടിൽ കൂടുതൽ ഇറങ്ങിയാൽ ആൾ കൂടുന്ന അല്ലെങ്കിൽ പ്രത്യേക ഒരു പൊളിറ്റിക്സിലേക്ക് അതെ അദ്ദേഹത്തെ പ്രതിപക്ഷത്ത് കൊണ്ടുവന്നാൽ മതി. നാളെ കാലത്തെ അദ്ദേഹത്തിന്റെ BJPയുടെ ഭാഗമായിട്ട് പുള്ളി നിന്നാൽ പോരെ. ആ രീതിയിലേക്ക് അവിടുത്തെ പൊളിറ്റിക്സ് മാറ്റാൻ പറ്റും. അപ്പം ഞാനീ പറഞ്ഞു വന്നത് ഈ രീതിയിലേക്ക് പൊളിറ്റിക്സിനെ മാറ്റുകയാണ്. അതായത് 3-2 ഭൂരിപക്ഷത്തിലേക്ക് BJP 2024 കേവല ഭൂരിപക്ഷത്തിൽ ഇല്ലായിരുന്ന BJP NDA ഗവൺമെന്റ് 2029 ഇപ്പുറം തന്നെ 3-2 ഭൂരിപക്ഷത്തിലേക്ക് കാര്യങ്ങൾ വരുന്ന രീതിയിലേക്കാണ് പോകുന്നത്. അതായത് ഇപ്പം നമ്മൾ മനസ്സിലാക്കാൻ TMC അവിടെ പൊളിച്ചു. TMC പൊളിച്ചിട്ട് 20 MLA-മാർ 28-20 MLA-മാർ വിമതരായിട്ട് നിൽക്കുക. BJP ചേരാന്ന് പറഞ്ഞു, വേണ്ടെന്ന് പറഞ്ഞു. BJPയിലോട്ട് വരണ്ട, നിങ്ങളവിടെ നിന്നില്ല, വേറെ ബ്ലോക്കുകളില്ല. കാരണം BJPയിലോട്ട് വന്നാൽ വേറെ
ആ ഇപ്പൊ നിൽക്കുന്ന സ്പേസേ ഉള്ളൂ. 46% വോട്ട് ബി ജെ പിക്ക് അവിടെ ഉണ്ട്, 40% വോട്ട് TMCക്ക് അവിടെ ഉണ്ട്. ബി ജെ പിയിലോട്ട് ഇവർ ചേർന്ന് കഴിഞ്ഞാൽ ബി ജെ പിക്ക് MLA-മാരുടെ എണ്ണം കൂടും. പക്ഷേ 40% വോട്ടുമായിട്ട് നിൽക്കുന്ന, പ്രതിപക്ഷത്ത് നിൽക്കുന്ന TMC വീണ്ടും ബലപ്പെട്ടു വന്നാലും തോന്നും. അപ്പൊ TMCയെ അവിടെ രണ്ടാക്കിയാൽ അല്ലെങ്കിൽ ചിഹ്ന ഭിന്നമാക്കിയാൽ മാത്രമേ അവിടുത്തെ പ്രതിപക്ഷത്തെ ചിഹ്ന ഭിന്നമാക്കാറുള്ളൂ. 2% വോട്ടുമായിട്ടിരിക്കുന്ന കോൺഗ്രസിനെ ഇപ്പൊ പേടിക്കണ്ട, അല്ലെങ്കിൽ 3% വോട്ടുമായിട്ടിരിക്കുന്ന CPM-നെ ഇപ്പൊ പേടിക്കണ്ട. ഇപ്പം അവിടെ പൊളിക്കേണ്ടത് ആരെയാണ്? നമ്മുടെ ഇവിടുത്തെ മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറയുടെ കൂടെ നിന്ന് ശിവസേനയെ പൊളിച്ചതുപോലെ ഇതിനെ അവിടെ പൊളിക്കണം. അവർക്ക് ഇപ്പോഴും എത്ര ശതമാനം വോട്ടുണ്ടെന്ന് സാറ് കണ്ടതല്ലേ? 41% വോട്ടുണ്ട്. അതാണ് അവിടെ ചെയ്യുന്നത്. അതായത് അവിടെ നിൽക്കുകയെ അവിടെ TMC ആരാണെന്ന് ഞങ്ങൾ, അല്ലെങ്കിൽ ഏത് TMC ആണെന്നുള്ള കാര്യത്തിനകത്ത് വരട്ടെ. ഇപ്പൊ TMC അവിടെ യഥാർത്ഥത്തിൽ മമതാ ബാനർജിയെ അവർക്ക് അവിടെ ഇല്ലായ്മ ചെയ്യണം. അതിനുവേണ്ടി അവിടെ നിർത്തിയിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഇപ്പം ഇന്ന് വന്നേക്കുന്ന വാർത്ത, ഉദ്ധവ് താക്കറുടെ 9 MP-മാരുണ്ടായിരുന്നു, 20 MP-മാരുണ്ട്, 20 MLA-മാരുണ്ട്. 9-നകത്ത് 6 പേര് കമ്മിറ്റി വിളിച്ചിട്ടൊക്കെ ചെല്ലുന്നില്ല. അതായത് അവർ വിമതപക്ഷത്ത് നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ അദ്ദേഹം ഉദ്ധവ് താക്കറെ മീറ്റിംഗ് വിളിച്ചു. അപ്പം 6 പേര് ചെന്നിട്ടില്ല. അതായത് അവർ നിലപാടിനകത്ത് വ്യത്യാസമില്ല. ആ 6 പേര് ഈ പറയുന്ന പോലെ BJP-യുടെ കൂടെ അല്ലെങ്കിൽ മറ്റേ ശിവസേനയുടെ കൂടെ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. അപ്പം ഞാനീ പറഞ്ഞു വന്നത്, ലോകസഭയിൽ ഇപ്പം ഉള്ള 293-ന്റെ കൂടെ DMK അടഞ്ഞു നിൽക്കുക. DMK യാതൊരു കോംപ്രമൈസിനും കോൺഗ്രസുമായിട്ടും അല്ലെ അവരുമായിട്ടും ഇല്ല. BJP-യുമായിട്ട് DMK നാളെ കാലത്തെ കൂടിച്ചേരി പോകുന്നതിനകത്ത് യാതൊരു കുഴപ്പമുള്ളതല്ല. നേരത്തെ DMK BJP-യുടെ കൂടെ നിന്നിട്ടുള്ളതാണ്. മനസ്സിലായി? ഇപ്പൊ അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. അവിടെ ഇപ്പൊ കൂടെ നിന്നിട്ട് ഒരു കേന്ദ്രമന്ത്രിയൊക്കെ ഉണ്ടായാൽ അധികാരത്തിന്റെ ഒരു തണലില് വീണ്ടും ഇതിനെ തിരിച്ചു കയറ്റിക്കൊണ്ട് വരാൻ പറ്റുന്ന ഒരു അവസ്ഥ. ഇപ്പം DMK-യുടെ 22 MP-മാരുണ്ട്. അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കാര്യങ്ങളൊന്നും വെളിയിൽ വന്നിട്ടില്ലെങ്കിൽ പോലും അത് BJP-യുടെ ഭാഗമായിട്ട് നിൽക്കാനുള്ള സാധ്യതയാണ്. കാരണം പ്രതിപക്ഷ ഐക്യത്തിന്റെ കൂടെ അല്ല, അവർ പ്രത്യേക ബ്ലോക്കിലാണ് നിൽക്കുന്നത്. 22 അതായോ? 20 MLA-മാര് മമതാ ബാനർജിയുടെ ഇപ്പുറത്ത് വന്നോ? 6 പേര് ഇതായോ? അപ്പൊ ഏതാണ്ട് 362 സീറ്റിനകത്ത് നേരത്തെ 290-നകത്ത് വേണ്ട ഇതിനകത്ത് ഇനി കുറച്ചുകൂടെ മതി. ഇനി എവിടെ നിന്നൊക്കെ വളരാനുള്ളതിനെ പറ്റി നോക്കിയാൽ മതി. അഖിലേഷ് യാദവിന്റെ പാർട്ടി ഉത്തർപ്രദേശിൽ, അഖിലേഷ് യാദവ് അടുത്ത ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടെ മൊത്തം ഫ്ലെക്സ് എന്താണെന്നറിയാം. അഖിലേഷ് യാദവിനെ എതിരായിട്ടും അഖിലേഷ് യാദവിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് എതിരായിട്ടും ആ പാർട്ടിക്കകത്തുള്ള ആൾക്കാർ തന്നെ വലിയ ഓഡിയൻസ് വെച്ചുകൊണ്ടിരിക്കുക. അതായത് അതിനകത്ത് നിൽക്കുന്ന, പ്രതിപക്ഷത്ത് നിൽക്കുന്ന, ഇപ്പം യോഗിയുടെ പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന അഖിലേഷ് യാദവിന്റെ ഭാഗത്തു നിന്ന് BJP-യിലേക്ക് വരാൻ MLA-മാർ ഇപ്പം അതിനകത്ത് നിൽക്കുന്ന MLA-മാർ തയ്യാറായിട്ട് നിൽക്കുക. കാരണം യോഗി അടുത്ത പ്രാവശ്യം മൊത്തം സീറ്റും പിടിച്ച് അധികാരത്തിൽ വരുമെന്നുള്ള രീതിയിലേക്കുള്ള ഒരു ട്രെൻഡ് അവിടെ ഉണ്ടെന്നാണ് ഇപ്പൊ അവിടുത്തെ സംസാരം. അപ്പൊ അപ്പുറത്ത് നിൽക്കുന്നവർക്ക് ഇനി BJP-യിലേക്ക് വരുന്നതിനകത്ത് യാതൊരു ആശങ്കയുമില്ല. അവർക്ക് അടുത്ത പ്രാവശ്യം MLA ആയാൽ മതി. BJP-യുടെ ആയാലും പറയുന്ന അഖിലേഷ് യാദവിന്റെ ഭാഗമായിട്ട് നിന്ന് SPയുടെ ആയാലും അവർക്ക് പ്രശ്നമല്ല. അപ്പം അവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ 37 MP-മാർ അയാളുടെ കൂടെ ഉണ്ട്. ഈ 37 MP-മാർ അയാളുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ അറിയുന്നില്ലല്ലോ സാറേ. 7 രാജ്യസഭാ MP-മാർ ഇപ്പുറത്ത് വന്നപ്പോഴാണ് നമ്മൾ അറിഞ്ഞ ആം ആദ്മി പാർട്ടി വളർന്നത്. ആം ആദ്മി പാർട്ടി വളർന്നത് നമ്മൾ അന്നേരം അറിയുന്നത്. അപ്പൊ ഇതിനകത്തും UP-യിലെ കാര്യത്തിനകത്തും പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഈ പറയുന്ന 2 ബില്ല് വീണ്ടും BJP കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്നും അതിനുള്ള സംസാരം നടക്കുന്നുണ്ടെന്നും അടുത്ത ഈ ലോകസഭാ സമ്മേളനത്തിൽ ഈ പരാജയപ്പെട്ട 2 ബില്ലും വീണ്ടും പാസ്സാക്കുന്നതിന് വേണ്ടി BJP എടുക്കുകയും 3-2 ഭൂരിപക്ഷത്തോടുകൂടി BJP-ക്ക് അത് പാസ്സാക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിയുമോ എന്നുള്ള രീതിയിലേക്കുള്ള വർത്തമാനം വരുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് ഇപ്പൊ DMK-യുടെ ഞാൻ ഈ പറഞ്ഞ 22, TMC-യുടെ ഇപ്പൊ 20 ഉള്ളത്, ബാക്കിയോടെ പോരാനുള്ള സാധ്യതയാകുള്ളൂ. 8 എണ്ണമൊന്നും അവിടെ നിൽക്കുന്ന ഒരവസ്ഥയില്ല. പിന്നെ 6 എണ്ണം ഇപ്പം മാറിയില്ലേ. അതുപോലെ ഈ അഖിലേഷ് യാദവിന്റെ പാർട്ടിക്കകത്തും പിന്നെ വേറെ ചില ഇടങ്ങളിൽ നിന്നൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ രാജ്യസഭയിലും ഇതേ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാണ്ടില്ല. കഴിഞ്ഞ ദിവസം പല MP-മാരും രാജിവെച്ച് പോകുന്നതൊക്കെ രീതിയിൽ. അതായത് BJP നമ്മൾ പറഞ്ഞു 2029 ആവുമ്പോഴത്തേന് ഒരുപക്ഷെ 2029 ഇലക്ഷനെ നേരിട്ട് 3-2 ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്ന് ബില്ലുകൾ പാസ്സാക്കുന്നതിനപ്പുറം 2024 കേവല ഭൂരിപക്ഷത്തിൽ ഇല്ലാതെ അധികാരത്തിൽ വന്ന BJP അതിനു മുമ്പ് 2 പ്രാവശ്യം ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ ഇരുന്ന BJP-യെക്കാട്ടി ശക്തമായ ഒരു ഗവൺമെന്റ് ആയിട്ട് മാറി അവരാഗ്രഹിക്കുന്ന ബില്ലുകൾ മൊത്തം പാസ്സാക്കി അധികായകന്മാരാകാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. 2029 മുമ്പ് തന്നെ ഇവർ ഈ 2 ബില്ലും പാസ്സാക്കിയിട്ട് 2029 ഇലക്ഷൻ നേടുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതായത് ഇന്ത്യ മഹാരാജ്യത്ത് ആര് അവർക്ക് എതിരെ വേണമെന്ന് പോലും അവർ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, തീരുമാനിച്ചു തുടങ്ങിയിരിക്കുന്നു.
ഓരോ സംസ്ഥാനത്തിലും അതിൻ്റെ അവസ്ഥ ചെയ്താൽ ബീഹാറിലെ പ്രതിപക്ഷം എവിടെ പോയി അറിയാമല്ലോ. പശ്ചിമ ബംഗാളിലെ പ്രതിപക്ഷത്തിൻ്റെ കാര്യം ഇപ്പം ഞാൻ പറഞ്ഞു. മഹാരാഷ്ട്രയിൽ എന്ത് ചെയ്യും പ്രതിപക്ഷം? ഇപ്പം പിന്നെ യു പിയിലേ ഉള്ളൂ. യു പിയിൽ അത് ഉടനെ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. ഇതേ രീതിയിലേക്ക് BJP മാത്രമാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാണ്. അതായത് പ്രതിപക്ഷത്തെ പോലും BJP തീരുമാനിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.